അതുകൊണ്ടാണ് ഈ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന അവർ സെക്ഷൻ 447 അനുസരിച്ച് ഇതൊരു ഫ്രോഡാണ് എന്ന് കണ്ടെത്തി ആ ഫ്രോഡിന് 6 മാസം മുതൽ 10 വർഷം വരെ ശിക്ഷ കിട്ടുന്ന ആ കേസെടുത്ത് പ്രതി ചേർത്തിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇത് ഏത് കേസ് വന്നാലും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇത് അങ്ങനെ ഒറിജിനേറ്റ് ചെയ്ത ഒരു കേസല്ല. അതുകൊണ്ടാണ് ഞങ്ങളും ഇത് അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടാനും കോടതിയിൽ പോകാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ അതുകൊണ്ടാണ്. പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസാണ് ഞങ്ങൾ നിൽക്കുമോ? ഇപ്പോഴും എൻ്റെ സംശയം അപകടം ഉണ്ടാകാൻ പോകുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൃശ്ശൂർ BJP ടാർഗറ്റ് ചെയ്തു. അപ്പോൾ കരുവന്നൂർ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ആളുകളാണ്. ED പിടിമുറുക്കി, ED കഴുത്തിൽ കൈവച്ചു എന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു. ഞാൻ അന്നൊരു വാചകം പറഞ്ഞു, ED പിടിമുറുക്കിയിരിക്കുന്നത് അവിടുത്തെ CPM നേതാക്കന്മാരുടെ കഴുത്തിലാണ്. തെരഞ്ഞെടുപ്പിൽ മാറ്റി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അതുപോലെ ഈ വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ കഴുത്തിൽ BJP വെച്ചിരിക്കുന്ന കത്തിയായി ഇത് മാറരുത്. എവിടെ പോയി കരുവന്നൂർ അന്വേഷണം? എന്തൊരു ഫ്രോഡാണ് കരുവന്നൂരിൽ നടന്നത്, എന്തൊരു തട്ടിപ്പാണ് നടന്നത്. 100-300 കോടി രൂപയല്ലേ തട്ടിച്ചുകൊണ്ടുപോയത്. എന്നിട്ട് അന്വേഷണം എവിടെ എത്തി? അതുപോലെ ഈ അന്വേഷണം പോകാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഈ പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം ഈ സർക്കാർ ഏത് തരത്തിലായിരിക്കും ഈ കമ്പനികൾക്ക് സഹായം ചെയ്തിട്ടുണ്ടാവും? അങ്ങനെ അത്തരത്തിൽ അഴിമതി നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും? അല്ല, അത് അവർ പ്രൂവ് ചെയ്യണം. അവരത് പ്രൂവ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് അത് വേണ്ട. കാരണം പണം സർവീസ് ചെയ്യാതെ, സർവീസ് കൊടുക്കാതെ അവർ തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കി. പക്ഷെ ഒരു സർവീസും കൊടുക്കാതെ ഈ പണം കൈപ്പറ്റി എന്നുള്ളതാണ് കേസ്. അത് മതി. നേരത്തെ പറഞ്ഞ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അത് ഈ വിജിലൻസ് കേസ് എടുക്കണമെങ്കിൽ ആ കാര്യം കൂടി പ്രൂവ് ചെയ്യണം. അതാണ് ഹൈക്കോടതി മാത്യു കൊഴൽനാടൻ്റെ കേസിൽ പറഞ്ഞത്. അത് കൃത്യമായിട്ടുള്ള തെളിവ്, ആവശ്യമായിട്ടുള്ള തെളിവ് ആയിട്ടില്ല. വേണമെങ്കിൽ കൂടുതൽ തെളിവുകൾ കൂടി കൊണ്ടുവന്നാൽ ആ കാര്യം വീണ്ടും പരിശോധിക്കാം എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. ഇവിടെ അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കാരണം സർവീസ് നടത്താതെ എന്തുകൊണ്ടാണ് ഒരാളുടെ അക്കൗണ്ടിലേക്ക് 2.7 കോടി രൂപ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ 2 അക്കൗണ്ടിൽ നിന്നായിട്ട് പോയിരിക്കുന്നത്? ഞങ്ങൾ അന്നും പറഞ്ഞാണ് ഈ 2.7 കോടി രൂപയുടെ കാര്യം. അന്ന് 1.7 വന്നുള്ളൂ. എംപവർ എന്നുള്ള ആ കമ്പനിയുടെ കൂടി പൈസ വന്നപ്പോഴാണ് 2.7 കോടി രൂപ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഗൗരവമുള്ള കേസാണ്. ഗൗരവമില്ലാതെ എന്തിനാണ് അക്കൗണ്ടിൽ കൊടുത്തത് പൈസ, ഇത്രയും പൈസ? ഇപ്പോൾ ഞാനത് കണ്ടു. ഇപ്പോൾ മധുരയിലെ എല്ലാ CPM നേതാക്കന്മാരും ഉണ്ട്. എല്ലാ CPM നേതാക്കന്മാരും ഇതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. CPMൻ്റെ ദേശീയ നേതാക്കളടക്കം. പണ്ട് UPA മന്ത്രിസഭയിൽ റെയിൽവേ മന്ത്രിയായിരുന്ന പവൻ കുമാർ ബൻസാലിൻ്റെ ബന്ധു ഇതുപോലത്തെ ഒരു അഴിമതി കേസിൽ പെട്ടു. അദ്ദേഹത്തിന് യാതൊരു അറിവുമില്ല, ബന്ധു പെട്ടു. അതിൽ CPMൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന് ഇതിൽ പങ്കാളിത്തം ഇല്ല നേരിട്ട്. പക്ഷെ ബന്ധു ഇതിൽ പങ്കാളിയായതിൻ്റെ പുറത്ത് പവൻ കുമാർ ബൻസാൽ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട CPM കേന്ദ്ര നേതൃത്വമാണ് ഉള്ളത്. ബന്ധു ഒരു കേസിൽ പെട്ടപ്പോൾ അകന്ന ബന്ധുവാണ്, ഇത് മകളാണ്, അകന്ന ബന്ധുവാണ്. ആ CPMൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു തരാം. പീപ്പിൾസ് ഡെമോക്രസിയിൽ വന്നതും അതിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു പോയി. ആ സ്റ്റാൻഡ് എടുത്താണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ കേസിൽ പെട്ട് കഴിഞ്ഞപ്പോൾ എടുത്ത നിലപാട് ഇതായിരുന്നില്ലല്ലോ പാർട്ടി. ഇപ്പം എന്താ ഇരട്ടത്താപ്പ്? കോടിയേരി ബാലകൃഷ്ണനോടും പിണറായി വിജയനോടും ഇരട്ടത്താപ്പ് എന്തിനാണ് CPMന്? പിണറായി വിജയൻ അധികാരത്തിലിരിക്കുന്നതുകൊണ്ടാണോ? പാർട്ടിയിൽ പവർഫുൾ ആയതുകൊണ്ടാണോ? അദ്ദേഹത്തെ ഭയന്നാണോ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ആണോ? അതാണ് ചോദ്യം. അതിലേക്ക് ഉത്തരം പറയണം CPM.